നമസ്കാരം. എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും 1000 നന്ദി നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ വമ്പായം. ഈ ചാനൽ കൂടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. തുലാക്കൂറുകാരുടെ വേഴമാറ്റത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. വേഴം മാറിയിട്ട് ഇപ്പോഴാണ് ആ ജോത്സ്യരെ നിങ്ങളിത് പറഞ്ഞതെന്ന് ചിലപ്പോൾ തോന്നും. മറ്റൊരു ചാനലിൽ ഡീറ്റെയിൽ ആയിട്ടെല്ലാം ഇട്ടിട്ടുണ്ട്. ഒന്നും കൂടെ ഈ ചാനലിൽ ഉള്ള ആൾക്കാർ അഭിപ്രായം അനുസരിച്ച് ആണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നത്. ചിത്തിരയിൽ അര, ചോതി, വിശാഖത്തിന്റെ മുക്കാല് വരെ തുലാക്കൂറുകാരാണ്. തുലാക്കൂറുകാർക്ക് കഴിഞ്ഞ 2025 മെയ് മാസം 14 മുതൽ 2026 ജൂൺ മാസം 2-ാം തീയതി വരെ വേഴൻ 9-ലാണ് സഞ്ചരിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു മാറ്റമുണ്ട്. 8-ാം മാറ്റം പേടിക്കേണ്ട കാര്യമില്ല. വേഴൻ 9-ന്ന് മാറി 2025 ഒക്ടോബർ മാസത്തിൽ അത് 10-ൽ വരും. ഡിസംബർ മാസത്തിൽ വീണ്ടും അത് 9-ലേക്ക് തന്നെ നിൽക്കും. ഈ 9-ലും 10-ലും 11-ലും 3 കൊല്ലം സഞ്ചരിക്കുന്ന ഈ കാലം തുലാക്കൂറുകാരുടെ സുവർണകാലങ്ങളാണ്. സർവഭാഗ്യങ്ങളും അവർക്ക് കിട്ടും. ഭാഗ്യം എന്ന് പറയുന്നതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഒരുപാട് അറിവും കഴിവൊക്കെ ഉണ്ടെങ്കിലും നമുക്കൊരു സ്ഥാനം, അധികാരം, അംഗീകാരം ഒക്കെ ഭാഗ്യം ഉണ്ടെങ്കിലേ കിട്ടും. അപ്പൊ നല്ല കഴിവും കാര്യമുള്ള ധാരാളം ആൾക്കാർ ഉണ്ട്. ചിലവർക്ക് അന്നും ഇന്നും ഒരേപോലെ തന്നെ. ചിലവർ പെട്ടെന്ന് ടക്കെന്ന് നല്ല പൊസിഷനില് പേര് പ്രതാപത്തോടു കൂടി സ്ഥാനമാനങ്ങൾ, അംഗീകാരങ്ങൾ, സംഘം, സമുദായം, പൊതുപ്രവർത്തനങ്ങളിലൊക്കെ വലിയ വലിയ പദവി, ലീഡർഷിപ്പിലൊക്കെ എത്തും. ബിസിനസ്സുകാരാണെങ്കിൽ ഓണർഷിപ്പിലെത്തും. വലിയ നേട്ടങ്ങൾ കൈവരിച്ച് വളരെ ഉന്നതിയിൽ എത്തപ്പെടാൻ കഴിവ് കിട്ടും. അങ്ങനെ ഒരു കഴിവുള്ള ഭാഗ്യം കിട്ടുന്ന ഒരു സമയമാണ്. ഭാഗ്യം എന്ന് പറയുന്നത് എവിടെ നിന്ന് കിട്ടുമെന്ന് വെച്ചാൽ ഈശ്വരന്റെ സഹായം കൊണ്ട് മാത്രമാണ് ഭാഗ്യം കിട്ടുന്നത്. ഈ തുലാക്കൂറുകാർക്ക് കയ്യിരുന്ന പൈസയും പോയി, ജോലിയും പോയി, ഭാഗ്യവും പോയി, വിഷമിച്ച് എന്ത് ചെയ്യട്ടെ ഭഗവാനെ എന്ന് വിചാരിച്ച് ഇവര് കൂടുതലും ഭക്തന്മാരാണ്. സർവ അമ്പലങ്ങളിലും ദൈവങ്ങളടുത്തും പ്രാർത്ഥനയും ജപവും ഉത്സവവും ഒക്കെ നടത്തി സ്വന്തം അമ്പലം ഉണ്ടായിട്ട് പോലും ഒരു പുരോഗതിയും കിട്ടിയില്ല എന്ന് തോന്നി ടെൻഷൻ അടിച്ച് നിൽക്കുന്ന അവസ്ഥയാണ് കഴിഞ്ഞിരിക്കുന്നത്. അപ്പൊ 9-ല് വേഴൻ വരുന്ന സമയം 9-ലാണ്. കൊല്ലം 10, അതിന്റെ അടുത്ത കൊല്ലം 11. അങ്ങനെ വേഴൻ ഒരു വർഷം ഒരു രാശി നീക്കും. 12 രാശിയിലൊന്ന് ചുറ്റിക്കറങ്ങി വരുന്ന കാലഘട്ടത്തെയാണ് ഒരു വേഴവട്ടം എന്ന് പറയുന്നത്. ഇപ്പൊ വേഴം 9 നിൽക്കുമ്പോൾ സൗമ്യ ധർമ്മസ്ഥിതസ്യ ഗുരുജന മനസ് ഈശ്വരാണാം പ്രസാദു വൃദ്ധർഭാഗ്യസ്ഥ ധർമ്മസ്യ ശുഭതപസ മാതൃത പൗത്ര സൗഖ്യോ എന്നാണ്. ഇപ്പൊ ഗുരുക്കന്മാര്, ഈശ്വരന്മാര് എല്ലാവരും പ്രസാദിക്കും. മാതാ, പിതാ, ഗുരു, ദൈവം ഇവരൊക്കെ പ്രസാദിക്കും. വൃദ്ധർഭാഗ്യസ്ഥ ധർമ്മസ്യ, അങ്ങനെ ആ ഭാഗ്യവും ധർമ്മവും അഭിവൃദ്ധിപ്പെട്ട് വരും. ശുഭ തപസ് എന്ന് വെച്ചാൽ കഠിന പ്രയത്നങ്ങൾ കൊണ്ട് ഒരിക്കലും നേടാൻ നമുക്ക് പറ്റാത്തത്, എന്നാൽ നമുക്ക് പ്രവർത്തനം കൊണ്ട് നമുക്ക് നേടി ജയിക്കാൻ പറ്റുന്നതുമായ കാഠിന്യമുള്ള കർമ്മ പദ്ധതികളെയാണ് തപസ് എന്ന് പറയുന്നത്. സ്വാമിമാരൊക്കെ തപസ് അനുഷ്ഠിക്കും. ഈ മഴയത്തും വെയിലത്തും ഉണ്ണാതെയും തിന്നാതെയൊക്കെ ഇരുന്ന് എന്തിനു വേണ്ടിയാണോ എന്തോ ഇങ്ങനെ ഇരുന്ന് തപസ് അനുഷ്ഠിക്കുന്നത് നമുക്ക് തോന്നും. കാരണം അവർക്ക് നല്ല ഭാര്യ, ഭർത്താവ്, മക്കള്, കുടുംബം, സ്വത്ത് വകയെ കൊണ്ട് അതൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് ഒന്നും കിട്ടാത്ത ഈ പണിക്ക് പോണത്. എന്തിനിങ്ങനെ ഇരുന്ന് തപസ് ചെയ്യുന്ന നമ്മൾ തോന്നും. ഇതിനറിയാമോ, അത് നാട്ടിലും നാട്ടുകാർക്കും പ്രജകൾക്കും നല്ലത് വരുത്തണമെന്ന് ആത്മീക ജീവിതത്തിൽ കൂടി അവരുടെ ജീവിതാവസാനം പുണ്യങ്ങളായിട്ട് മാറ്റുന്നതിനും അവരുടെ തലമുറയ്ക്കും പൂർവികർക്കും ജനങ്ങൾക്കും നല്ലത് വരുത്തുന്നതിനും വേണ്ടിയുള്ള ഒരു കഠിന പ്രയത്നമാണ് അതിൽ കൂടി സാക്ഷാത്കരിക്കപ്പെടുന്നത്. അപ്പൊ തപസ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിച്ച നേടാൻ പെട്ടെന്ന് പറ്റൂല. പക്ഷെ നേടി എല്ലാം സ്വായത്തമാക്കാൻ പറ്റുന്ന കർമ്മപത്തിൽ ഏത് കാര്യത്തിന് പോയാലും അതിനൊക്കെ നേടി ജയിക്കാൻ പറ്റും. പൗത്ര സൗഖ്യം, പുത്രന്റെ പുത്രൻ പൗത്രൻ. അപ്പൊ നമുക്കും പിള്ളേർക്കും കുടുംബത്തിനും ഒക്കെ നല്ല ഐശ്വര്യം ഉണ്ടാവും. മക്കളൊക്കെ പഠിച്ച് നല്ല മിടുക്കൊക്കെ ഉണ്ടാവും. അവർക്ക് നല്ല അഡ്മിഷൻ കിട്ടും. നല്ല മത്സരങ്ങളിലും പരീക്ഷകളിലും ഉന്നത വിജയം കിട്ടും.
അതേപോലെ എവിടെ ചെന്നാലും നല്ല നേട്ടം കിട്ടും. വലിയ മക്കളൊക്കെ ആണെങ്കിൽ അവർക്ക് ഉദ്യോഗം, വിവാഹം, കാര്യങ്ങളൊക്കെ നടക്കും. കൊച്ചുമക്കളാണെങ്കിൽ വിവാഹവും ഉദ്യോഗമൊക്കെ കിട്ടുമെന്ന് ചിലവർ ചോദിക്കുന്നുണ്ട്. ചില ഗൗരവം ഇല്ലാതെ സംസാരിക്കുന്നവർ, എൻ്റെ കൊച്ചിന് എവിടെ ജോലി കിട്ടിയത്, എവിടെ കല്യാണം കഴിച്ചത്, കൊച്ചു മക്കളല്ലേ, അയാൾ എന്തിനു പറയണമെന്നൊക്കെ തോന്നിപ്പോ. ഈ പറയുന്ന ഫലങ്ങള് പ്രായവും കൂടെ തട്ടി നോക്കി വേണം മനസ്സിലാക്കാനും ചിന്തിക്കാനും ഉള്ളതെന്ന് എല്ലാവരോടും പറയുന്നു. എല്ലാവർക്കും ആ സംശയം വരൂല, ചില ആൾക്കാർക്ക് അങ്ങനെ സംശയം തോന്നും. അപ്പൊ അങ്ങനെ ഉള്ള മക്കൾക്ക് നല്ലത് വരാനും ഐശ്വര്യം കിട്ടാനും ഒക്കെ യോഗമുണ്ട്. പിന്നെ ഭാഗ്യം തെളിഞ്ഞു നിൽക്കുന്ന സമയമാണ്. 10 വേഴം വരുമ്പോൾ ജോലി, അധികാരവും, വീടും, വസ്തുവും ഒക്കെ കിട്ടും. 11 വരുമ്പോൾ സർവ്വ നേട്ടങ്ങളും, ലാഭങ്ങളും, ഐശ്വര്യങ്ങളും, സുഹൃതങ്ങളും, ധനാഗമങ്ങളും ഒക്കെ ഉണ്ടായി ജീവിതത്തിൽ നമ്മൾ മനസ്സിൽ വിചാരിച്ചാൽ പോലും നേടാൻ പറ്റാത്ത വലിയ വലിയ ഭാഗ്യങ്ങൾ നമ്മളെ തേടിയെത്തുന്ന സമയമാണ്. ഭാഗ്യം എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. കാരണം ഭാഗ്യം എല്ലാവർക്കും കിട്ടണമെന്നില്ല. പണ്ട് ഗാന്ധാരി പാഞ്ചാലിയിലൂടെ ഒരു കഥ പറയിട്ടുണ്ട്. ഗാന്ധാരിക്ക് 101 മക്കളാണ്, കൗരവന്മാര്. 5 ഭർത്താവുള്ള ആളാണ് പാഞ്ചാലി. പാഞ്ചാലിയും ഗാന്ധാരിയും തമ്മിലുള്ള സംഭാഷണമാണ്: ഭാഗ്യവന്തം പ്രസൂതയ മാ ശൂരം മാ ആചാര്യ പണ്ഡിതം. എനിക്ക് ഭാഗ്യമുള്ള ഒരു കൊച്ചിനെ, ഒരു ഭർത്താവിനെ അല്ലെങ്കിൽ കിട്ടിയാൽ മതിയായിരുന്നു. പക്ഷേ മാ ശൂരൻ, എനിക്ക് ശൂരനെയും വേണ്ട, മാ ആചാര്യൻ, എനിക്ക് ആചാര്യനെയും വേണ്ട, മാ പണ്ഡിതനെയും വേണ്ട. പിന്നെ ആരെ വേണം? ഭാഗ്യമുള്ളതും വേണം. നിനക്ക് 5 മാപ്പിളുണ്ടായിട്ടും എനിക്ക് 101 മക്കളുണ്ടായിട്ടും ഭാഗ്യമെന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. അവർക്കൊരു ഗതിയില്ല, അതോ ഗതി ആണെന്ന് പറയും. അപ്പൊ ഭാഗ്യം വേണമെന്നാണ്. തോന മക്കളുണ്ടായിട്ട, തോന ഭർത്താവ്, അല്ലെങ്കിൽ തോന ഭാര്യ ഉണ്ടായിട്ട കാര്യമില്ല. കാരണം അങ്ങനെ ഇന്നത്തെ കാലത്ത് തോന ഭർത്താവ് ഉണ്ടോ, തോന ഭാര്യ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ, പഴയ കാലത്ത് അപ്പൂപ്പന്മാര് കിട്ടും പോലെ ഭാര്യയും മക്കളും എല്ലാ വീട്ടിലും നാട്ടിലും ഉണ്ട്. അവർക്കൊക്കെ അവരെ വീട്ടിൽ ചെല്ലുന്നത് ദൈവത്തെ പോലെയാണ് ഒരു ഭർത്താവ് കയറി ചെല്ലുമ്പോൾ കാണും. ഇന്നൊരു ഭർത്താവായിട്ടിരിക്കുന്ന ഒരാൾ വേറൊരു വീട്ടിൽ പോയെന്ന് പറഞ്ഞാൽ കുടുംബ കോടതിയിൽ കയറാൻ ഇതിനപ്പുറം വേറെ മാർഗങ്ങളില്ല. അത്രയ്ക്കും പ്രശ്നങ്ങളാണ്. പെണ്ണുങ്ങൾ തമ്മിൽ ഭയങ്കര പ്രശ്നങ്ങളായി പോകും. പെണ്ണുങ്ങളെ കുറ്റപ്പെട്ടിട്ടൊന്നും ഒരിക്കലും വിചാരിക്കരുത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഭാഗ്യം എന്ന് പറയുന്ന സാധനം നമുക്ക് ഉണ്ട്. അപ്പൊ ആ ഭാഗ്യം തെളിഞ്ഞ് നല്ല ഐശ്വര്യത്തോടു കൂടി നല്ല സന്തോഷവും സമാധാനവും കീർത്തിയും സ്ഥാനമാനങ്ങളും പ്രമോഷനും സാലറിയും. പിന്നെ തുലാക്കൂറുകാർ കൂടുതലും ഈ കച്ചവട സ്വഭാവം ഉള്ളവരാണ്. അവർക്ക് ഏതെങ്കിലും റിയൽ എസ്റ്റേറ്റ്, അതേപോലെ ബിസിനസ്സുകള്, പൈസ മുതൽ മുടക്കിക്കൊണ്ട് ആദായം വർദ്ധിപ്പിക്കുന്ന പദ്ധതികളൊക്കെ ചെറിയ രീതിയിൽ വിജയിക്കും. എന്നാൽ ലോട്ടറി അടിക്കുമ്പോൾ എന്ന് നോക്കണമെങ്കിൽ ജാതകത്തിൽ നമുക്ക് ലോട്ടറി അടിക്കാൻ യോഗം ഉണ്ടാകുന്ന നോക്കണം. ജീവിതത്തിൽ ഒരു ഗ്രഹം മാറി നല്ലത് കിട്ടാൻ യോഗമുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് പെരയുടെ എഴുതി വെച്ച് ലോട്ടറി എടുക്കണവരെ എനിക്കറിയാം. അങ്ങനെയൊന്നും ചെയ്ത് കളയരുത്. നമ്മൾ ലോട്ടറി അടിക്കണമെങ്കിൽ ഒരു ടിക്കറ്റ് എടുത്തോ, അടിക്കണമെങ്കിൽ അടിക്കട്ടെ, അടിച്ചില്ലെങ്കിൽ പോട്ടെ, അത്ര തന്നെ വിചാരിക്കും. ഇത് എല്ലാം കൂടെ ലക്ഷക്കണക്കിന് രൂപയ്ക്ക് ലോട്ടറി എടുക്കുന്നവരുണ്ട്. ലോട്ടറി അവരടിച്ചിട്ട് പോവുകയുള്ളൂ, ലോട്ടറി അവർക്ക് അടിക്കൂല. അപ്പൊ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരാതിരിക്കുക വളരെയധികം സൂക്ഷിക്കും. എന്നാലും വീട് വെപ്പ്, വസ്തു വായ്പ്, സാമ്പത്തിക നേട്ടങ്ങൾ, അധികാരികളുടെ പ്രീതികൾ, ആ വേഴം ധനകാരകനും ഭാഗ്യകാരകനും ഐശ്വര്യകാരകനും സന്താനകാരകനും ഒക്കെയാണ്. അതുകൊണ്ട് ധനത്തിനും ഭാഗ്യത്തിനും ഐശ്വര്യത്തിനും സന്താനത്തിനും സമ്പത്തിനും ഒക്കെ നല്ല ഐശ്വര്യം ഉണ്ടാകും. കൂടാതെ നമുക്ക് ഈ 9 വേഴം പരമാണ് ആത്മീക ദൈവിക കടാക്ഷങ്ങളും സിദ്ധികളൊക്കെ നമുക്ക് കിട്ടണത്. ആശ്രമങ്ങൾ, അമ്പലങ്ങളൊക്കെ പുനരുദ്ധരിക്കുന്നത്, സമൂഹത്തിൽ നമ്മൾ ഒരു 10 പേര് കൂടുന്ന ഒരു സഭയിൽ പോയാൽ അവിടെ നമുക്ക് പ്രസിഡന്റ്, സെക്രട്ടറി, ഡയറക്ടർ, മാനേജർ പദവികൾ കിട്ടുന്നത്, ബഹുമാനങ്ങൾ കിട്ടുന്നത്, പിന്നെ മഹാരോഗങ്ങൾ മാറി നല്ല ആരോഗ്യമുള്ള ആളായിട്ട് തീരുന്നത്. കാരണം വേഗത്തിൽ നിന്നപ്പോൾ ആശുപത്രി, സർജറി ഒക്കെ കണ്ട് നമ്മളെ പകലി ഉയിരി പോയതുപോലെ തോന്നുന്ന സമയമായിരുന്നു. ഇപ്പൊ നമുക്കൊരു കുഴപ്പമില്ല. നല്ല രീതിയിൽ നമുക്ക് മെഡിസിന്റെ അളവൊക്കെ കുറച്ച്, ഇൻസുലിന്റെ അളവൊക്കെ കുറച്ച് നല്ല ആരോഗ്യമുള്ള ആളായിട്ടിരിക്കണം എന്ന് ആശുപത്രിക്കാർ പറയും. ഇപ്പൊ പ്രശ്നങ്ങൾ കുറഞ്ഞു വരുന്ന സമയവും. അതുകൊണ്ട് ശരീരത്തിനും മനസ്സിനും ജീവിതത്തിനും സമ്പത്തിനും സൗഭാഗ്യത്തിനും തീർച്ചയായിട്ടും പുരോഗതി കിട്ടും. പിന്നെ നിങ്ങളൊരു മാന്ത്രികരെ പോലെ നല്ല ഭക്തി ദൈവീകമുള്ളവരാണ്. നിങ്ങളെ പ്രാർത്ഥന കൊണ്ട് നിങ്ങൾക്കും പിള്ളേർക്കും കുടുംബത്തിലും എല്ലാവിധ ഭാഗ്യാഭിവൃദ്ധികളും തീർച്ചയായിട്ടും കിട്ടും. എല്ലാവർക്കും കാലഭൈരവ സ്വാമിയുടെ അനുഗ്രഹങ്ങളും സഹായങ്ങളും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
എല്ലാ അമാവാസി തോറും കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ പൂജകളുണ്ട്. അമ്പലം അടയ്ക്കൂല. രാവിലെ ഗണപതി പൂജ, 10 മണിക്ക് മൃത്യുഞ്ജയം, 4 മണിക്ക് യമരാജ പൂജ, 5 മണിക്ക് ഭദ്രകാളി പൂജ, 6 മണി തൊട്ട് 7 മണി വരെ പാല്, തൈര്, വെണ്ണ, കളഭം, കുങ്കുമം, പനിനീര്, പാൽ ഇതൊക്കെ കൊണ്ടുള്ള വിശേഷ ദ്രവ്യങ്ങളെ കൊണ്ടുള്ള അഭിഷേകങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതിലൊക്കെ പങ്കെടുത്ത് പൂജയൊക്കെ നടത്തി പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സർവ്വവിധ ഐശ്വര്യപ്രവൃത്തികളും ഉണ്ടാവും. ഇടവ മാസത്തിലെ ചോതിയാണ് കാലഭൈരവന്റെ നക്ഷത്രം, പ്രതിഷ്ഠാ നക്ഷത്രം. ചോതി നക്ഷത്രക്കാർക്ക് എല്ലാം ഭഗവാന്റെ അടുത്ത് വന്ന് എന്ത് കാര്യം ചോദിച്ചാലും ഭഗവാൻ വാരിക്കോരി തരും. തീർച്ചയാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.